ക്വസ്റ്റ്യൻ പേപ്പർ കോഡ് 166/2023 യൂണിവേഴ്സിറ്റി LGS കൂലി വർക്കർ ഓഫീസ് അറ്റൻഡർ വിഭാഗത്തിലേക്ക് ചോദിച്ച പ്രിലിമിനറി ചോദ്യമാണ്. സ്റ്റേജ് 3ലേക്ക് ചോദിച്ച ചോദ്യങ്ങളാണ്. താഴെ തന്നിരിക്കുന്നവയിൽ ശരിയായത് തിരഞ്ഞെടുക്കുക. ആൻസർ ഓപ്ഷൻ സി ആണ്. എയും ബിയും സിയും തന്നെ ശരിയാണ്. ഒരു ഉപഗ്രഹാധിഷ്ഠിത മാപ്പിംഗ് ടൂൾ സോഫ്റ്റ്വെയർ ആണ് ഫുവൻ. ഗൂഗിൾ എർത്തിന് ബദലായി ഇന്ത്യ വികസിപ്പിച്ചെടുത്ത സംവിധാനം. 2009 മാർച്ചിൽ പ്രവർത്തനക്ഷമമായ ഫുവൻ ISRO ആണ് നിർമ്മിച്ചത്. 3 പ്രസ്താവനയും ശരിയാണ്. മലയാളം ദൃശ്യമാധ്യമ ചരിത്രത്തിലെ ആദ്യത്തെ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് വാർത്താ അവതാരകൻ. ആൻസർ ഓപ്ഷൻ ബി ആണ് ഇവാൻ. ഇന്ത്യയുടെ നികുതി സമ്പ്രദായവുമായി ബന്ധപ്പെട്ട ഏതാനും വസ്തുതകൾ താഴെ തന്നിരിക്കുന്നു. ഇവയിൽ ശരിയായ ജോഡികൾ കണ്ടെത്തുക. ആൻസർ ഓപ്ഷൻ സി ആണ്. എയും സിയുമാണ് ശരിയായിട്ടുള്ളത്. GST എന്നതിന്റെ പൂർണ്ണരൂപം ഗുഡ്സ് ആൻഡ് സർവീസ് ടാക്സ് എന്നാണ്. 2017 ജൂലൈ 1 ഈ നിയമം നിലവിൽ വന്നത്. ഇത് രണ്ടും ശരിയാണ്. തെറ്റായിട്ടുള്ളത് നോക്കാം. 103ാം ഭരണഘടനാ ഭേദഗതിയിലൂടെയാണ് GST നടപ്പിലാക്കിയത് എന്ന് കൊടുത്തിട്ടുണ്ട്. അത് തെറ്റാണ്. 101ാം ഭരണഘടനാ ഭേദഗതിയിലൂടെയാണ് GST നടപ്പിലാക്കിയത്. അതുപോലെ തന്നെ ഇതൊരു പ്രത്യക്ഷ നികുതിയാണെന്ന് കൊടുത്തിട്ടുണ്ട്. അതും തെറ്റാണ്. GST എന്നത് ഒരു പരോക്ഷ നികുതിയാണ്. നൽകിയിരിക്കുന്ന സൂചനകളുടെ അടിസ്ഥാനത്തിൽ പദ്ധതിയുടെ പേര് കണ്ടെത്തുക. നഗരങ്ങളിലെ തൊഴിൽ രഹിതർക്കാണ് ഈ പദ്ധതി കൊണ്ടുള്ള പ്രയോജനം. സ്വയം തൊഴിൽ പ്രോത്സാഹിപ്പിക്കുന്നു. ദാരിദ്ര്യ നിർമ്മാർജ്ജന പരിപാടിയുടെ ഭാഗമാണ്. ഇതിൽ ആൻസർ വരുന്നത് ഓപ്ഷൻ ഡി ആണ്. സ്വർണ ജയന്തി ഷഹാരി റോസ്ഗാർ യോജന. ഇന്ത്യയുടെ കായിക മേഖലയുമായി ബന്ധപ്പെട്ട് നൽകിയിരിക്കുന്ന വിവരങ്ങൾ ശരിയായ രീതിയിൽ ക്രമപ്പെടുത്തുക. ആൻസർ ഓപ്ഷൻ എ ആണ് വരുന്നത്. ഹോക്കി എന്നത് ഏറ്റവും കൂടുതൽ ഒളിമ്പിക് മെഡൽ നേടിയ ഇനം. PT ഉഷ. CUKയുടെ പ്രഥമ ഓണററി ഡോക്ടറേറ്റ്. മുംബൈ ഇന്ത്യൻസ് പ്രഥമ വനിതാ പ്രീമിയർ ലീഗ് ക്രിക്കറ്റ്. വിശ്വനാഥൻ ആനന്ദ് ലോക ചെസ് ചാമ്പ്യൻ പട്ടം നേടി. താഴെ പറയുന്നത് തെറ്റായ ജോഡികൾ ഏതെല്ലാമാണ്? ആൻസർ ഓപ്ഷൻ എ ആണ്. എയും ബിയുമാണ് തെറ്റായിട്ടുള്ളത്. ശരിയായിട്ടുള്ളത് കുമാരനാശാൻ, ദുരവസ്ഥ, വൈകുണ്ഠസ്വാമികൾ, സമത്വ സമാജം. ഇത് രണ്ടുമാണ് ശരിയായിട്ടുള്ളത്. തെറ്റായിട്ടുള്ളത് നോക്കാം. നിത്യ ചൈതന്യയതി കരിഞ്ചന്ത എന്ന് കൊടുത്തിട്ടുണ്ട്. കരിഞ്ചന്ത എന്ന നാടകം എഴുതിയത് BT ഭട്ടതിരിപ്പാടാണ്. അതുപോലെ തന്നെ പന്തി ഭോജനം നടത്തിയത് തൈക്കാട് അയ്യയാണ്. ഇതിൽ സഹോദരൻ അയ്യപ്പനാണ് കൊടുത്തിട്ടുള്ളത്. പന്തി ഭോജനം നടത്തിയത് തൈക്കാട് അയ്യയാണ്. കരിമ്പന പട്ടകളിൽ കാറ്റ് പിടിക്കുന്നത് പോലെ ഞാൻ ചിലപ്പോൾ ചിലതിൽ നഷ്ടപ്പെടുന്നു. അത് പകർത്താൻ ശ്രമിച്ചെന്നു മാത്രം. ഏത് കൃതിയുടെ ആമുഖത്തിലാണ് ഇങ്ങനെ എഴുതിയിരിക്കുന്നത്? ആൻസർ ഓപ്ഷൻ ബി ആണ്. ഖസാക്കിന്റെ ഇതിഹാസം. ചേരുംപടി ചേർക്കുക. കലയും കലാകാരനും. ആൻസർ വരുന്നത് ഓപ്ഷൻ ബി ആണ്. അടൂർ ഗോപാലകൃഷ്ണൻ ദേശീയ അവാർഡുകൾ നേടിയ മികച്ച സംവിധായകൻ. JC ഡാനിയേൽ മലയാള സിനിമയുടെ പിതാവ്. റസൂൽ പൂക്കുട്ടി ഓസ്കാർ നേടിയ ആദ്യ മലയാളി. തോപ്പിൽ ഫാസി കേരള പീപ്പിൾസ് ആർട്സ് ക്ലബ്. 2023 മാർച്ച് 30 രണ്ടാം G20 ഉച്ചകോടിയുടെ ഭാഗമായുള്ള ഷെർപ്പ സമ്മേളനത്തിന് വേദിയായ കേരളത്തിലെ സ്ഥലം. ആൻസർ ഓപ്ഷൻ സി ആണ്. കുമരകം. ഇനി 2026 G20 ഷെർപ്പ സമ്മേളനം നടന്നത് USA വാഷിംഗ്ടൺ DC ഇന്ത്യയുടെ സാംസ്കാരിക ചരിത്രവുമായി ബന്ധപ്പെട്ട് താഴെ നൽകിയിരിക്കുന്ന പ്രസ്താവനകളിൽ ശരിയായത് കണ്ടെത്തുക. ആൻസർ ഓപ്ഷൻ ഡി ആണ്. സിയും ഡിയുമാണ് ശരിയായിട്ടുള്ളത്. ഇന്ത്യയിൽ നിന്നാദ്യമായി ലോക പൈതൃക പട്ടികയിൽ ഇടം നേടിയവ അജന്ത എല്ലോറ ഗുഹകൾ,
താജ്മഹൽ എന്നിവയാണ്. ചരിത്രത്തെ വർത്തമാന കാലവുമായി ബന്ധിപ്പിക്കുന്ന കണ്ണികളാണ് സ്മാരകങ്ങൾ. ഇത് രണ്ടുമാണ് ശരിയായിട്ടുള്ളത്. തെറ്റായിട്ടുള്ളത് കേരളത്തിന്റെ തനത് നൃത്ത രൂപമാണ് ഭരതനാട്യം എന്ന് കൊടുത്തിട്ടുണ്ട്. അത് തെറ്റാണ്. കേരളത്തിന്റെ തനത് ലാസ്യ നൃത്ത രൂപമാണ് മോഹിനിയാട്ടം. അതുപോലെ തന്നെ കർണാടകയുടെ തനത് സംഗീത ശാഖയാണ് സോപാന സംഗീതം എന്ന് കൊടുത്തിട്ടുണ്ട്. അതും തെറ്റാണ്. കർണാടകയുടേതല്ല, കേരളത്തിന്റെ തനത് സംഗീത ശാഖയാണ് സോപാന സംഗീതം. ലക്ഷദ്വീപ് സമൂഹത്തിലെ ഏറ്റവും വലിയ ദ്വീപ് ഏതാണ്? ഈ ചോദ്യം ക്യാൻസൽ ചെയ്തിട്ടുണ്ട്. ലക്ഷദ്വീപ് സമൂഹത്തിലെ ഏറ്റവും വലിയ ദ്വീപാണ് ആന്ത്രോത്ത്. ഇനി ഏറ്റവും ചെറിയ ദ്വീപാണെങ്കിൽ അത് ബിത്രയാണ്. ഏറ്റവും ജനസംഖ്യയുള്ള ദ്വീപ് കവരത്തിയാണ്. ഇനി 12ാമത്തെ ചോദ്യവും ക്യാൻസൽ ചെയ്തതാണ്. ദക്ഷിണ ഇന്ത്യയിലെ രണ്ടാമത്തെ ഉയരം കൂടിയ കൊടുമുടി ഏതാണെന്നാണ്. അപ്പോൾ ദക്ഷിണ ഇന്ത്യയിലെ ഉയരം കൂടിയ രണ്ടാമത്തെ കൊടുമുടി മീശ പുലിമലയാണ്. ഉയരം വരുന്നത് 2640 മീറ്റർ അല്ലെങ്കിൽ 8660 അടിയാണ് വരുന്നത്. ഇനി ദക്ഷിണ ഇന്ത്യയിലെ ഏറ്റവും ഉയരം കൂടിയ കൊടുമുടി ആനമുടിയാണ്. ഉയരം വരുന്നത് 2695 മീറ്റർ അല്ലെങ്കിൽ 8842 അടിയാണ് വരുന്നത്. മൊളാസിസ് ബേസിൻ എന്നറിയപ്പെടുന്ന സ്ഥലം? ആൻസർ ഓപ്ഷൻ സി ആണ്, മിസോറാം. ഇന്ത്യയുടെയും ശ്രീലങ്കയുടെയും ഇടയിലുള്ള കടലിടുക്ക്? ആൻസർ ഓപ്ഷൻ ഡി ആണ്, പാക് കടലിടുക്ക്. റൂർക്കേല ഉരുക്ക് നിർമ്മാണശാല ആരംഭിച്ചത് ഏത് രാജ്യത്തിന്റെ സഹകരണത്തോടു കൂടിയാണ്? ആൻസർ ഓപ്ഷൻ ഡി ആണ്, ജർമ്മനി. പശ്ചിമഘട്ട മലനിരകളും പൂർവഘട്ട മലനിരകളും കൂടിച്ചേരുന്ന ഭാഗം? ആൻസർ ഓപ്ഷൻ സി ആണ്, നീലഗിരി. ദേശീയപാത 1 ബന്ധപ്പെടുത്തുന്ന സ്ഥലങ്ങൾ? ഈ ചോദ്യവും ക്യാൻസൽ ചെയ്തതാണ്. NH1 ബന്ധിപ്പിക്കുന്നത് ഡൽഹിയെയും പഞ്ചാബിലെ അട്ടാരിയെയുമാണ്. ഇന്ത്യയിലെ ഏറ്റവും വലിയ എണ്ണ ശുദ്ധീകരണശാല സ്ഥിതി ചെയ്യുന്നത്? ആൻസർ ഓപ്ഷൻ എ ആണ്, ജാംനഗർ. ഇന്ത്യയിൽ ഒന്നാം പഞ്ചവത്സര പദ്ധതി ആരംഭിച്ച വർഷം? ആൻസർ ഓപ്ഷൻ ബി ആണ്, 1951. കേരളത്തിൽ ഏറ്റവും കൂടുതൽ കടൽ തീരമുള്ള ജില്ല? ആൻസർ ഓപ്ഷൻ സി ആണ്, കണ്ണൂർ. സഹകരണ സംഘങ്ങളിൽ യൂണിയനുകൾ അഥവാ അസോസിയേഷനുകൾ രൂപീകരിക്കാമെന്ന എത്രാമത്തെ ഭരണഘടനാ ഭേദഗതിയിലാണ് നിർദ്ദേശിക്കുന്നത്? ആൻസർ ഓപ്ഷൻ സി ആണ്, 97ാം ഭരണഘടനാ ഭേദഗതി. ഇന്ത്യയിലെ നിലവിലെ സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസ്? നിലവിൽ ഇന്ത്യയിലെ സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസ് ആണ് ജസ്റ്റിസ് സൂര്യകാന്ത്. അദ്ദേഹം 53ാമത് സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസ് ആണ്. താഴെ പറയുന്നവയിൽ മനുഷ്യാവകാശ കമ്മീഷന്റെ ചുമതലയിൽ ഉൾപ്പെടാത്തത് ഏതാണ്? ആൻസർ ഓപ്ഷൻ ഡി ആണ്, മനുഷ്യാവകാശ ധ്വംസനം നടത്തിയ ഗവൺമെന്റ് ഉദ്യോഗസ്ഥനെ സർവീസിൽ നിന്ന് പിരിച്ചുവിടുക. അതാണ് കമ്മീഷന്റെ ചുമതലയിൽ ഉൾപ്പെടാത്തത്. എന്നാൽ ഉൾപ്പെടുന്നവയാണ് മനുഷ്യാവകാശ ലംഘന പരാതിയിൽ അന്വേഷണം നടത്തുക, ജയിൽ സന്ദർശനം, മനുഷ്യാവകാശവുമായി ബന്ധപ്പെട്ടവയിൽ ഗവേഷണം നടത്തുക. വിവരാവകാശ നിയമം 2005 പ്രകാരം ശരിയായത് കണ്ടെത്തുക. ആൻസർ ഓപ്ഷൻ ഡി ആണ്, 1, 3, 4 ആണ് ശരിയായിട്ടുള്ളത്. ഈ നിയമത്തിന് ജമ്മു കാശ്മീർ സംസ്ഥാനം ഒഴികെ ഭാരതം മുഴുവൻ വ്യാപ്തിയുണ്ടായിരിക്കും. വിദേശ സർക്കാരിൽ നിന്നും ലഭിച്ചിട്ടുള്ള രഹസ്യ വിവരം വെളിപ്പെടുത്തലിൽ നിന്നും ഒഴിവാക്കിയിരിക്കുന്നു. കേന്ദ്ര ഇൻഫർമേഷൻ കമ്മീഷൻ എന്നത് ചീഫ് ഇൻഫർമേഷൻ കമ്മീഷണറും ആവശ്യമെങ്കിൽ 10ൽ കവിയാതെ അത്രയും എണ്ണം കേന്ദ്ര ഇൻഫർമേഷൻ കമ്മീഷണർമാരും ഉണ്ടായിരിക്കും. ഇത് 3ഉമാണ് ശരിയായിട്ടുള്ളത്. രണ്ടാമത്തെ പ്രസ്താവന തെറ്റാണ്. വിവരം ലഭിക്കണമെന്ന് ആഗ്രഹിക്കുന്ന ഒരാൾ അപേക്ഷ ഇംഗ്ലീഷിലോ അപേക്ഷ നൽകുന്ന ആ സ്ഥലത്തെ ഔദ്യോഗിക ഭാഷയിലോ മാത്രമേ അപേക്ഷിക്കാൻ പാടുള്ളൂ എന്നാണ് കൊടുത്തിട്ടുള്ളത്.
അത് തെറ്റാണ്. അപേക്ഷ ഇംഗ്ലീഷിലോ ഹിന്ദിയിലോ അല്ലെങ്കിൽ അപേക്ഷ നൽകുന്ന സംസ്ഥാനത്തിന്റെ ഔദ്യോഗിക ഭാഷയിലോ നൽകാവുന്നതാണ്. കേരളത്തിലെ ഇപ്പോഴത്തെ മുഖ്യ വിവരാവകാശ കമ്മീഷണർ ആരാണ്? നിലവിൽ കേരളത്തിലെ മുഖ്യ വിവരാവകാശ കമ്മീഷണറാണ് വി ഹരിനായർ. ഇന്ത്യൻ ഭരണഘടനയിൽ റിട്ടുകൾ എന്ന ആശയം ഏത് രാജ്യത്തിൽ നിന്നുമാണ് കടം എടുത്തിരിക്കുന്നത്? ആൻസർ ഓപ്ഷൻ എ ആണ് ബ്രിട്ടൻ. ഇന്ത്യയിൽ വിദ്യാഭ്യാസ അവകാശ നിയമം നിലവിൽ വന്നത്? ആൻസർ ഓപ്ഷൻ ബി ആണ് 2010 ഏപ്രിൽ 1. ജനങ്ങളുടെ അവകാശം സംരക്ഷിക്കുന്നതിനായി ഇന്ത്യയിൽ ആദ്യമായി പ്രമേയം അവതരിപ്പിച്ച വ്യക്തി? ആൻസർ ഓപ്ഷൻ ബി ആണ് മോത്തിലാൽ നെഹ്റു. കരുതൽ തടങ്കലിൽ ഇരിക്കുന്ന വ്യക്തിയുടെ അറസ്റ്റ് എത്ര ദിവസം അഥവാ മാസം പരമാവധി നീട്ടിക്കൊണ്ടു പോകാവുന്നതാണ്? ആൻസർ ഓപ്ഷൻ സി ആണ് 3 മാസം. 1980 സുനിൽ ബത്ര ആൻഡ് ഡൽഹി അഡ്മിനിസ്ട്രേഷൻ കേസ് ഏത് വിഷയവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? ആൻസർ ഓപ്ഷൻ ഡി ആണ് പൊതു താൽപര്യ ഹർജി. ഇന്ത്യൻ ദേശീയ പ്രസ്ഥാനത്തിന് ശക്തി പകർന്ന വരിക വരിക സഹചരെ എന്ന ഗാനം രചിച്ചത് ആരാണ്? ആൻസർ ഓപ്ഷൻ ബി ആണ് അംശി നാരായണ പിള്ള. ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്തിന്റെ അന്തിമ ലക്ഷ്യം പൂർണ്ണ സ്വരാജ് എന്ന് പ്രഖ്യാപിച്ച കോൺഗ്രസ് സമ്മേളനം ഏതാണ്? ആൻസർ ഓപ്ഷൻ സി ആണ് ലാഹോർ. ബംഗാളിലെ കർഷകർ നടത്തിയ സന്യാസി കലാപം പ്രമേയമാക്കി രചിച്ച നോവൽ ഏതാണ്? ആൻസർ ഓപ്ഷൻ ഡി ആണ് ആനന്ദമഠം. ഭൂമിയുടെ ഉത്തര ധ്രുവത്തെയും ദക്ഷിണ ധ്രുവത്തെയും തമ്മിൽ ബന്ധിപ്പിക്കുന്ന അർദ്ധവൃത്താകൃതിയിലുള്ള സാങ്കല്പിക രേഖകളാണ്? ആൻസർ ഓപ്ഷൻ ബി ആണ് രേഖാംശ രേഖകൾ. പെൺകുട്ടികളുടെ വിദ്യാഭ്യാസത്തിനു വേണ്ടി പോരാടുകയും 17-ാം വയസ്സിൽ സമാധാനത്തിനുള്ള നൊബേൽ സമ്മാനം നേടുകയും ചെയ്തത് ആരാണ്? ആൻസർ ഓപ്ഷൻ എ ആണ് മലാല യൂസഫ് സായി. ദക്ഷിണേന്ത്യയിലെ നെല്ലറ എന്നറിയപ്പെടുന്ന പ്രദേശം ഏതാണ്? ആൻസർ ഓപ്ഷൻ ഡി ആണ് റൈച്ചൂർ. ഛത്രപതി എന്ന സ്ഥാനപ്പേര് സ്വീകരിച്ച മറാത്ത ഭരണാധികാരി ആരാണ്? ആൻസർ ഓപ്ഷൻ ബി ആണ് ശിവജി. കൊടും തണുപ്പുള്ള രാജ്യങ്ങളിൽ സ്ഫടിക മേൽക്കൂരയുള്ള കെട്ടിടങ്ങളിൽ വിളകൾ നട്ടുവളർത്തുന്ന രീതിയാണ്? ആൻസർ ഓപ്ഷൻ എ ആണ് ഹരിതഗൃഹ കൃഷി. ലോകത്തിലെ ഏറ്റവും വലിയ എഴുതപ്പെട്ട ഭരണഘടനയുള്ള രാജ്യം? ആൻസർ ഓപ്ഷൻ സി ആണ് ഇന്ത്യ. മൗലിക അവകാശങ്ങളിൽ ഉൾപ്പെടുന്നത് ഏതെല്ലാമാണ്? ആൻസർ ഓപ്ഷൻ ഡി ആണ് ഇവയെല്ലാം. സമത്വത്തിനുള്ള അവകാശം, സ്വാതന്ത്ര്യത്തിനുള്ള അവകാശം, ഭരണഘടനാപരമായ പരിഹാരത്തിനുള്ള അവകാശം എല്ലാം തന്നെ തന്നിട്ടുള്ളതിൽ മൗലിക അവകാശങ്ങളിൽ ഉൾപ്പെടുന്നതാണ്. അന്തരീക്ഷ താപം അളക്കുന്ന ഉപകരണം? ആൻസർ ഓപ്ഷൻ ബി ആണ് തെർമോമീറ്റർ. സമത്വ സമാജം സ്ഥാപിച്ചത് ആരാണ്? ആൻസർ ഓപ്ഷൻ എ ആണ് വൈകുണ്ഠ സ്വാമികൾ. തിരുവിതാംകൂറിലെ അവർണ വിഭാഗത്തിൽപ്പെട്ട സ്ത്രീകൾക്ക് മുട്ടിന് താഴെ എത്തും വിധം മുണ്ടുടുക്കുവാനും മേൽമുണ്ട് ധരിക്കാനുമുള്ള അവകാശത്തിനു വേണ്ടി നടന്ന സമരം? ആൻസർ ഓപ്ഷൻ ബി ആണ് ചാനാർ ലഹള. ജാലിയൻവാലാബാഗ് കൂട്ടക്കൊലയിൽ പ്രതിഷേധിച്ച് കൈസറി ഹിന്ദ് പദവി ബ്രിട്ടീഷ് ഗവൺമെന്റിന് തിരികെ നൽകിയത് ആരാണ്? ആൻസർ ഓപ്ഷൻ ബി ആണ് ഗാന്ധിജി. ഭരണഘടനാ നിർമ്മാണ സഭയുടെ അധ്യക്ഷൻ? ആൻസർ ഓപ്ഷൻ ബി ആണ് ഡോക്ടർ രാജേന്ദ്ര പ്രസാദ്. മരുഭൂമിയിലെ കപ്പൽ എന്നറിയപ്പെടുന്ന മൃഗം? ആൻസർ ഓപ്ഷൻ സി ആണ് ഒട്ടകം. മെസൊപ്പൊട്ടേമിയ എന്ന വാക്കിന്റെ അർത്ഥം?
ആൻസർ ഓപ്ഷൻ ബി ആണ് നദികൾക്കിടയിലുള്ള പ്രദേശം. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ഗാന്ധിജിയുടെ നേതൃത്വത്തിൽ നടത്തിയ അവസാനത്തെ ബഹുജന സമരം. ആൻസർ ഓപ്ഷൻ ഡി ആണ് ക്വിറ്റ് ഇന്ത്യ സമരം. വിധവകൾക്ക് വിദ്യാഭ്യാസം നൽകുന്നതിനായി ബോംബെയിൽ ശാരദാ സദൻ സ്ഥാപിച്ചത് ആരാണ്? ആൻസർ ഓപ്ഷൻ ബി ആണ് പണ്ഡിത രമാബായി. ഈജിപ്തിന്റെ ജീവരക്തം എന്ന് വിശേഷിപ്പിക്കപ്പെടുന്ന നദി ഏതാണ്? ആൻസർ ഓപ്ഷൻ ബി ആണ് നൈൽ. ഇന്ത്യൻ സ്വാതന്ത്ര്യ പ്രസ്ഥാനത്തിന് നേതൃത്വം നൽകുകയും ഒരു അന്താരാഷ്ട്ര വേദിയിൽ ഇന്ത്യയുടെ ത്രിവർണ പതാക ആദ്യമായി ഉയർത്തുകയും ചെയ്ത ധീര വനിത. ആൻസർ ഓപ്ഷൻ സി ആണ് മാഡം ബിക്കാജി കാമ. പ്രാദേശിക ഭാഷാ പത്ര നിയമം നടപ്പിലാക്കിയത് ആരാണ്? ആൻസർ ഓപ്ഷൻ എ ആണ് ലിട്ടൺ പ്രഭു. വിദ്യാഭ്യാസ അവകാശം ഉൾപ്പെടുത്തിയിട്ടുള്ളത് ഭരണഘടനയുടെ ഏത് അനുച്ഛേദത്തിലാണ്? ആൻസർ ഓപ്ഷൻ എ ആണ് 21 ക്ലോസ് എ. തിരുവിതാംകൂറിലെ രാജവാഴ്ചയുടെ അഴിമതികളെയും അനീതികളെയും വെളിച്ചത്ത് കൊണ്ടുവന്ന സ്വദേശാഭിമാനി പത്രത്തിന്റെ സ്ഥാപകൻ. ആൻസർ ഓപ്ഷൻ ബി ആണ് വക്കം അബ്ദുൽ ഖാദർ മൗലവി. വിദ്യ കൊണ്ട് പ്രബുദ്ധരാവുക, സംഘടന കൊണ്ട് ശക്തരാവുക എന്ന സന്ദേശം നൽകിയ സാമൂഹിക പരിഷ്കർത്താവ് ആരാണ്? ആൻസർ ഓപ്ഷൻ ബി ആണ് ശ്രീനാരായണ ഗുരു. പരോക്ഷ നികുതി അല്ലാത്തത് ഏതാണ്? ആൻസർ ഓപ്ഷൻ സി ആണ് വ്യക്തിഗത ആദായ നികുതിയാണ് തന്നിട്ടുള്ളതിൽ പരോക്ഷ നികുതി അല്ലാത്തത്. തന്നിട്ടുള്ളതിൽ പരോക്ഷ നികുതികളാണ് സേവന നികുതി, വിനോദ നികുതി, പരസ്യ നികുതി. ഇന്ത്യയുടെ ധാന്യപ്പുര എന്നറിയപ്പെടുന്ന ഭൂപ്രകൃതി വിഭാഗം. ആൻസർ ഓപ്ഷൻ എ ആണ് ഉത്തര മഹാസമതലം. ഇന്ത്യയിലെ ഏറ്റവും വലിയ കൽക്കരിപ്പാടം സ്ഥിതി ചെയ്യുന്ന സംസ്ഥാനം. ആൻസർ ഓപ്ഷൻ ബി ആണ് ജാർഖണ്ഡ്. പാതിര കൊക്കിന്റെ കേന്ദ്രമെന്ന് അറിയപ്പെടുന്ന കേരളത്തിലെ പക്ഷി സങ്കേതം ഏതാണ്? ആൻസർ ഓപ്ഷൻ എ ആണ് കുമരകം. വറ്റി വരണ്ടുപോയ ഏതു പുഴയുടെ നീരൊഴുക്കാണ് അട്ടപ്പാടിയിൽ വീണ്ടെടുത്തുകൊണ്ടിരിക്കുന്നത്? ആൻസർ ഓപ്ഷൻ ഡി ആണ് കൊടുങ്ങരപ്പള്ളം പുഴ. മനുഷ്യ ശരീരത്തിലെ ഏത് അവയവത്തെ ആവരണം ചെയ്താണ് പെരികാർഡിയം എന്ന ഇരട്ട സ്ഥലം കാണപ്പെടുന്നത്? ആൻസർ ഓപ്ഷൻ ഡി ആണ് ഹൃദയം. 62ാമത്തെ ചോദ്യം ക്യാൻസൽ ചെയ്തതാണ്. 63ാമത്തെ ചോദ്യം ജീവകം എയുടെ അപര്യാപ്തത കൊണ്ട് ഉണ്ടാകുന്ന ഒരു രോഗം. ആൻസർ ഓപ്ഷൻ ഡി ആണ് നിശാന്തത. ഭക്ഷ്യവസ്തുക്കളിൽ മഞ്ഞ നിറം നൽകുന്നതിനായി ഉപയോഗിക്കുന്ന ഒരു രാസവസ്തു. ആൻസർ ഓപ്ഷൻ എ ആണ് ടാർട്രസിൻ. കേരളത്തിലെ പ്രമേഹ രോഗികളായ BPL വിഭാഗത്തിലെ മുതിർന്ന പൗരന്മാർക്ക് സൗജന്യമായി ഗ്ലൂക്കോമീറ്റർ നൽകുന്ന സാമൂഹിക ആരോഗ്യ സുരക്ഷാ പദ്ധതി. ആൻസർ ഓപ്ഷൻ ബി ആണ് വയോമധുരം പദ്ധതി. പപ്പായയുടെ ജന്മദേശം ഏതാണ്? ആൻസർ ഓപ്ഷൻ എ ആണ് അമേരിക്ക. നെൽച്ചെടിയിലെ പരാഗണകാരി ഏതാണ്? ആൻസർ ഓപ്ഷൻ സി ആണ് കാറ്റ്. കേരളത്തിൽ വൻ നാശനഷ്ടം വരുത്തിയ ഓഖി ദുരന്തം ഉണ്ടായത് എന്നാണ്? ആൻസർ ഓപ്ഷൻ ബി ആണ് 2017 നവംബർ 29. ചന്ദ്രശങ്കര ഏത് വിളയുടെ സങ്കര ഇനമാണ്? ആൻസർ ഓപ്ഷൻ ഡി ആണ് തെങ്ങ്. ഏഷ്യയിലെ ആദ്യത്തെ ബട്ടർഫ്ലൈ സഫാരി പാർക്ക് എവിടെ സ്ഥിതി ചെയ്യുന്നു? ആൻസർ ഓപ്ഷൻ എ ആണ് തെന്മല.
ഒരു മൂലകത്തെ മറ്റു മൂലകങ്ങളിൽ നിന്ന് വ്യത്യസ്തമാക്കുന്ന കണം ഏതാണ്? ആൻസർ ഓപ്ഷൻ എ ആണ് പ്രോട്ടോൺ. ചുവടെ കൊടുത്തിരിക്കുന്നവയിൽ ഏത് ലോഹത്തിന്റെ അയിരാണ് കലാമിൻ? ആൻസർ ഓപ്ഷൻ സി ആണ് സിങ്ക്. ആധുനിക പീരിയോഡിക് ടേബിളിൽ അലസവാതകങ്ങൾ ഏത് ഗ്രൂപ്പിലാണ് ഉൾപ്പെടുത്തിയിരിക്കുന്നത്? ആൻസർ ഓപ്ഷൻ ഡി ആണ് ഗ്രൂപ്പ് 18. പൊട്ടാസ്യം പെർമാംഗനേറ്റ് തരികൾ ചൂടാക്കിയാൽ ഉണ്ടാകുന്ന വാതകം ഏതാണ്? ആൻസർ ഓപ്ഷൻ ബി ആണ് ഓക്സിജൻ. വ്യത്യസ്ത മണ്ണിനങ്ങളുടെ pH മൂല്യം തന്നിരിക്കുന്നു. ഏത് pH മൂല്യമുള്ള മണ്ണിലാണ് കുമ്മായം ചേർക്കേണ്ടത്? ആൻസർ ഓപ്ഷൻ ബി ആണ് 3. ചന്ദ്രൻ ഭൂമിയെ ഒരു തവണ പരിക്രമണം ചെയ്യുന്നതിന് എത്ര ദിവസം വേണ്ടി വരുന്നു? ആൻസർ ഓപ്ഷൻ എ ആണ് 27 1/3 ദിവസം. താഴെ തന്നിരിക്കുന്നതിൽ ദോലനവുമായി ബന്ധപ്പെട്ട ചലനം ഏതാണ്? ആൻസർ ഓപ്ഷൻ ഡി ആണ് ഊഞ്ഞാലിന്റെ ചലനം. വിവിധ തരം ദർപ്പണങ്ങളുടെ സവിശേഷതകളാണ് താഴെ തന്നിരിക്കുന്നത്. ഇവയിൽ ഒരു കോൺകേവ് ദർപ്പണത്തിന്റെ സവിശേഷതയായി പരിഗണിക്കാവുന്നവ ഏവ? ആൻസർ ഓപ്ഷൻ ഡി ആണ് ഇവയിലൊന്നുമല്ല. തന്മാത്രകളുടെ സ്ഥാനമാറ്റ മുഖേന താപം പ്രേക്ഷണം ചെയ്യപ്പെടുന്ന രീതിയെ ഏതു പേരിൽ അറിയപ്പെടുന്നു? ആൻസർ ഓപ്ഷൻ ബി ആണ് സംവഹനം. വേട്ടക്കാരൻ നക്ഷത്ര ഗണത്തിന്റെ വലത് ചുമലിന്റെ സ്ഥാനത്ത് ചുവന്ന് കാണുന്ന നക്ഷത്രം ഏതാണ്? ആൻസർ ഓപ്ഷൻ സി ആണ് തിരുവാതിര. ഇനി മാത്സ് ഭാഗത്തിലെ ചോദ്യങ്ങളാണ്. രമ സ്കൂളിൽ നിന്ന് 500 മീറ്റർ ദൂരം 3 മിനിറ്റ് കൊണ്ടും 800 മീറ്റർ ദൂരം 10 മിനിറ്റ് കൊണ്ടും സഞ്ചരിച്ച് വീട്ടിലെത്തി. എന്നാൽ രമ സഞ്ചരിച്ച ശരാശരി വേഗത എത്ര? ആൻസർ ഓപ്ഷൻ ബി ആണ് 5/3 മീറ്റർ പെർ സെക്കൻഡ്. റൂട്ട് 0.0064 എത്ര? ആൻസർ ഓപ്ഷൻ ഡി ആണ് 0.08. 750 ഏത് സംഖ്യ കൂട്ടിയാലാണ് ഒരു പൂർണ്ണവർഗമാകുന്നത്? ആൻസർ ഓപ്ഷൻ ബി ആണ് 34. ഒരു പേനയ്ക്കും പെൻസിലിനും കൂടി 20 രൂപയാകുന്നു. പെൻസിലിന്റെ വിലയുടെ 3 മടങ്ങാണ് പേനയുടെ വിലയെങ്കിൽ പേനയുടെയും പെൻസിലിന്റെയും വില എത്ര? ആൻസർ ഓപ്ഷൻ ബി ആണ് 15.5. ക്രിയ ചെയ്യുക. ഇതിൽ 85-ാമത്തെ ചോദ്യം ബോർഡ് മാസ് റൂളിൽ വരുന്നതാണ്. 85-ാമത്തെ ചോദ്യത്തിന്റെ ആൻസർ വരുന്നത് ഓപ്ഷൻ സി ആണ് 1095. ഇനി 86-ാമത്തെ ചോദ്യത്തിന്റെ ആൻസർ വരുന്നത് ഓപ്ഷൻ ഡി ആണ്. 1 കിലോ ആപ്പിളിന്റെ വില 180 രൂപ. ഇത് 201.60 രൂപയ്ക്ക് വിറ്റു. ലാഭശതമാനം അല്ലെങ്കിൽ നഷ്ടശതമാനം കണക്കാക്കുക. ആൻസർ ഓപ്ഷൻ ബി ആണ് 12%. ക്രിയ ചെയ്യുക. ആൻസർ ഓപ്ഷൻ ബി ആണ് 101/70. 89-ാമത്തെ ചോദ്യം ബോർഡ് മാസ് റൂൾ ആണ്. ആൻസർ വരുന്നത് ഓപ്ഷൻ സി ആണ് -1. 5 കുട്ടികളുടെ ഉയരങ്ങളുടെ ശരാശരി 150 സെന്റിമീറ്റർ ആകുന്നു. ഇതിൽ 4 കുട്ടികളുടെ ഉയരം യഥാക്രമം 140, 156, 155, 152 സെന്റിമീറ്റർ ആകുന്നു. എന്നാൽ 5-ാമത്തെ കുട്ടിയുടെ ഉയരം എത്ര? ആൻസർ ഓപ്ഷൻ എ ആണ് 147. 216, 72, 30 ഇവയുടെ ഉസാഖ കാണുക. ആൻസർ ഓപ്ഷൻ സി ആണ് 6. റിയയുടെയും ദിയയുടെയും വയസ്സുകൾ തമ്മിലുള്ള വ്യത്യാസം 4 ആണ്. ദിയയുടെ വയസ്സിന്റെ 3 മടങ്ങിനോട് 1 കൂട്ടിയാൽ റിയയുടെ വയസ്സ് കിട്ടും.
എന്നാൽ റിയയുടെയും ദിയയുടെയും വയസ്സ് എത്ര? ആൻസർ ഓപ്ഷൻ എ ആണ് 5.5യും 1.5യും. 93-ാമത്തെ ചോദ്യം എക്സിന്റെ വാല്യൂ കണ്ടെത്താനാണ്. ആൻസർ വരുന്നത് ഓപ്ഷൻ ബി ആണ് 3. ഒരാൾ നിൽക്കുന്നിടത്ത് നിന്ന് തെക്കോട്ട് 3 കിലോമീറ്റർ നടന്നു. അവിടെ നിന്നും പടിഞ്ഞാറോട്ട് 4 കിലോമീറ്റർ നടന്നു. എന്നാൽ യാത്ര തുടങ്ങിയ സ്ഥലത്ത് നിന്ന് ഇപ്പോൾ നിൽക്കുന്ന സ്ഥലത്തേക്കുള്ള കുറഞ്ഞ ദൂരം എത്ര കിലോമീറ്റർ ആണ്? ആൻസർ ഓപ്ഷൻ സി ആണ് 5 കിലോമീറ്റർ. 95-ാമത്തെ ചോദ്യം ക്യാൻസൽ ചെയ്തതാണ്. 96-ാമത്തെ ചോദ്യം ക്രിയ ചെയ്യാനാണ്. ഇതിൽ ആൻസർ ആയിട്ട് വരുന്നത് ഓപ്ഷൻ ബി ആണ് 59. തന്നിട്ടുള്ള ശ്രേണിയിലെ അടുത്ത സംഖ്യ ഏതാണ്? 8, 14, 24, 38 ഡാഷ്. ആൻസർ ഓപ്ഷൻ സി ആണ് 56. ഒരു സംഖ്യയുടെ 5/8 ഭാഗവും ആ സംഖ്യയുടെ 2/3 ഭാഗവും കൂട്ടിയാൽ 62 കിട്ടും. എന്നാൽ സംഖ്യ ഏതാണ്? ആൻസർ ഓപ്ഷൻ സി ആണ് 48. 5 × 7 = 66 ആയാൽ 4 × 2 എത്ര? ആൻസർ ഓപ്ഷൻ സി ആണ് 51. ക്രിയ ചെയ്യുക. 100-ാമത്തെ ചോദ്യത്തിന്റെ ആൻസർ വരുന്നത് ഓപ്ഷൻ സി ആണ് 3.